യേശു ദൈവമല്ലേ? യേശു ദൈവമാണെന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്, അല്ലെന്ന് പറയുന്നവരുമുണ്ട്. യേശു കർത്താവും ദൈവവുമാണെന്ന് ഏറ്റുപറഞ്ഞ് ആ പരമസത്യത്തിന് മുമ്പിൽ പരസ്യമായി ആത്മസമർപ്പണം ചെയ്ത് ദൈവത്തിനും മനുഷ്യനും വേണ്ടി ജീവിക്കാൻ സ്വതന്ത്ര മനസ്സോടെ തീരുമാനിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ആയിരക്കണക്കിനുണ്ട്. ഈ സമർപ്പണ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരുമുണ്ട്. ഈ ഗണത്തിൽപ്പെട്ട ഒരാൾ ഈയിടെ പരസ്യമായി പറയുന്നത് കേട്ടു, യേശു ദൈവമല്ല, ഒരു നല്ല മനുഷ്യൻ മാത്രമാണ് എന്ന്. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം ഗ്രഹിക്കുന്നതിന് ക്രൈസ്തവ സന്യാസ ജീവിതത്തിലേക്ക് ചെറുതായി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. സ്വതന്ത്ര മനസ്സോടെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് വ്രതാർപ്പണത്തിലൂടെ സന്യാസം വരിക്കുക. പരിശീലന ഘട്ടത്തിലോ വ്രതാർപ്പണത്തിന് ശേഷമോ ഈ ജീവിതശൈലി തനിക്ക് പ്രയാസമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിക്ക് സന്തോഷപൂർവം പിന്തിരിയാനുള്ള സംവിധാനങ്ങൾ സന്യാസ നിയമങ്ങളിലുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലർ യുക്തിരഹിത തീരുമാനങ്ങൾ എടുക്കുന്നുമുണ്ട്. വ്യക്തിയുടെ കഴിവുകളും അഭിരുചിയും അനുസരിച്ച് അധികാരികൾ അയാളെ പഠിപ്പിക്കുന്നു. അങ്ങനെ യോഗ്യത നേടിയ അയാൾ സന്യാസ സഭയുടെ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിയുക്തയാകുന്നു. എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അരൂപിയെ അധികാരഭ്രമത്തിൻ്റെയും ദുസ്വാതന്ത്ര്യത്തിൻ്റെയും ദുരാത്മാവ് അന്ധമാക്കുന്നു. തത്ഫലമായി വ്യക്തി താൻ ഉൾപ്പെടുന്ന സന്യാസ സംവിധാനത്തെ അവഗണിക്കാനും സ്വയം തിരുത്തൽ ആവശ്യപ്പെടുന്ന സന്യാസ അധികാരിയെ പരസ്യമായി വെല്ലുവിളിക്കാനും തുടങ്ങുന്നു. പിന്നെ പുറത്തേക്കുള്ള വഴി ദ്രുതഗതിയിലായിരിക്കും. അനേക വർഷങ്ങളിലൂടെ നേടിയെടുത്ത ആധ്യാത്മിക അനുഭവങ്ങളും ബോധ്യങ്ങളുമെല്ലാം ആ വ്യക്തിക്ക് അർത്ഥശൂന്യങ്ങളായി മാറുന്നു. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന 3 തൂണുകളിന്മേലാണ് സന്യാസം എന്ന സുന്ദര സൗധം നിൽക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് കേടുപറ്റിയാൽ സൗധം നിലംപതിക്കും. ആരംഭത്തിൽ സൂചിപ്പിച്ച വ്യക്തിക്ക് സംഭവിച്ചതും ഇതല്ലേ? അധികാരികളെ വെല്ലുവിളിച്ച് സഹസന്യസ്തരെ അവഹേളിച്ച് പൊതുനിരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇത്തരം വ്യക്തികൾക്ക് വീരോചിത സ്വീകരണങ്ങൾ നൽകാൻ സഭാവിരോധികൾ തയ്യാറായി നിൽപ്പുണ്ടാകും. സഭാവിരോധികൾ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളോ യുക്തിവാദികളോ സമാന ചിന്താഗതിക്കാരായ സന്യസ്തരോ വൈദികരോ ഒക്കെയാകാം. മുകളിൽ പറഞ്ഞ മുൻ സന്യസ്തയുടെ വാക്കുകളിൽ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു കത്തനാർ പറഞ്ഞു അത്രേ, യേശു ദൈവമൊന്നുമല്ല, ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നെന്ന്. ആ കത്തനാരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ ഗുരു ശിഷ്യ ദ്വയം ഒരേ മാനസികാവസ്ഥയിലായിരുന്നെന്ന്. ആർക്കു വേണ്ടി നല്ലൊരു കുടുംബജീവിതം ത്യജിച്ചോ ആ പരമസത്യത്തെ അസത്യമായി ചിത്രീകരിക്കാൻ മാത്രം ബുദ്ധിശൂന്യതയിലേക്ക് പ്രസ്തുത സമർപ്പിത അധപ്പതിക്കുമ്പോൾ സ്വയം ന്യായീകരണത്തിലൂടെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു പരാജിത പതിപ്പായി മാത്രം അതിനെ കണ്ടാൽ മതി. ഇത്തരം പരാജിത ജീവിതങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല യേശു ദൈവമാണോ എന്ന് തീരുമാനിക്കുന്നത്.
യേശു എന്ന സാധാരണ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക എളുപ്പമല്ല. കാരണം ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ അത്ഭുതകരമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലൊരു വ്യക്തി ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. വെളിവും വിവരവും വിശുദ്ധിയുമുള്ള പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്ന് പഠിച്ചാണ് യേശു ക്രിസ്തു എന്ന അത്ഭുത രഹസ്യത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയതും മറ്റുള്ളവരുമായി ആ അറിവ് പങ്കുവച്ചതും. തുറന്ന മനസ്സും വിനീത ഭാവവും ഉള്ളവർക്ക് ആ രഹസ്യം ഗ്രഹിക്കാൻ സാധിക്കൂ. ഔദ്ധത്യവും ആത്മവഞ്ചനയും നിറഞ്ഞ മനസ്സുകളിൽ ഈ ജ്ഞാനം പ്രവേശിക്കില്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവേ, ഈ സത്യം ശിശുക്കൾക്ക്, ശിശുതുല്യ ഹൃദയമുള്ളവർക്ക് വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു.